ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയുടെ പറയാൻ ഇത് മാരുതി സുസുക്കി ആൾട്ടോ ആണ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിലെ റൈറ്റ് സൈഡിലെ വീല് ജാമായിട്ട് കിടന്ന ഒരു വണ്ടിയാണ്. നമ്മളിപ്പോൾ ഡ്രമ്മിൽ തട്ടിയിട്ട് എടുത്തുകൊണ്ട് വന്ന വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻറ്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ കസ്റ്റമർ കുറേ നാൾ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കസ്റ്റമർ പറഞ്ഞ വീൽ സിലിണ്ടർ നേരത്തെ ഇതുപോലെ പ്രശ്നം മാറിയിട്ടുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത്. നമ്മൾ നോക്കുമ്പോൾ വീൽ സിലിണ്ടർ രണ്ട് പുതിയതാണ് നമുക്ക് കാണിക്കാം. അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻറ്റ് ബ്രേക്ക് ജാമായിട്ട് കിടന്നതാണ്. ഒരു വീല് ജാമായിട്ട് കിടന്നിട്ട് പിന്നെ നമ്മൾ എടുക്കുന്ന സമയത്ത് വീല് നിരങ്ങി പോകുന്ന ഒരു അവസ്ഥയും കാര്യങ്ങളാണ്. അപ്പോൾ നമ്മളിപ്പോൾ വണ്ടി എടുത്തിട്ടുണ്ട്, അതിൻ്റെ അവസ്ഥയും കാര്യങ്ങളും നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ ബാക്ക് ലെഫ്റ്റ് സൈഡിൽ വന്നിട്ടുണ്ട്. ശരിയാണ്, വീൽ സിലിണ്ടറും കാര്യങ്ങളൊക്കെ പുതിയതാണ് കിടക്കുന്നത്. കസ്റ്റമർ പറഞ്ഞത് കറക്റ്റാണ്. അപ്പോൾ ഇതിനകത്ത് വേറെ ലീക്കോ കാര്യങ്ങളോ ഒന്നും കാണിക്കുന്നില്ല. വേറെ ലീക്കായ പാടോ കാര്യങ്ങളോ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ വേറെ ലീക്കോ കാര്യങ്ങളോ ഒന്നും കാണിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇതിൻ്റെ ഹാൻഡ് ബ്രേക്കിൻ്റെ ലിവർ വന്നിട്ട് ഇത്രയും, അതായത് എൻഗേജ് ആയിട്ടാണ് നിൽക്കുന്നത്. അവിടെ ഹാൻഡ് ബ്രേക്ക് നമ്മൾ ഫുള്ള് താത്തിട്ടേക്കാണ്, പക്ഷേ ഇത് എൻഗേജ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ മീൻസ് ഈ സൈഡിലെ ഹാൻഡ് ബ്രേക്കിൻ്റെ ലിവർ സ്റ്റക്കായതായിരിക്കണം ഏറ്റവും കൂടുതൽ ചാൻസ്. ഈ ലൈനറിൻ്റെ ഈ ഹാൻഡ് ബ്രേക്കിൻ്റെ ലിവർ ഇതിനുള്ളിൽ സ്റ്റക്കായതായിരിക്കണം ഇതിൻ്റെ ചാൻസ് കൂടുതൽ വന്നേക്കുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ ഹാൻഡ് ബ്രേക്കിൻ്റെ കേബിൾ സ്റ്റക്കാണ് കൂടുതലും ഇതായിരിക്കും. കാരണം ഇവിടെ തുരുമ്പും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നുണ്ട്. ലിവറാണോ സ്റ്റക്ക് അതോ കേബിളാണോ സ്റ്റക്ക് എന്ന് നമുക്ക് അഴിച്ചിട്ട് നോക്കാം. അപ്പോൾ ഹാൻഡ് ബ്രേക്ക് പിടിക്കുമ്പോൾ ഇതിൻ്റെ അവസ്ഥ നമുക്കൊന്ന് നോക്കാം. ഹാൻഡ് ബ്രേക്ക് ഒന്ന് പിടിച്ചേ. ഹാൻഡ് ബ്രേക്ക് പിടിച്ചു, വിട്ടേ, ഫുള്ള് വിട്ടേ. ഇപ്പോൾ ഒരു ഫീലും അവിടെ കിട്ടുന്നില്ല. അപ്പോൾ നമ്മളൊരു സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ഒന്നുകൂടെ ഹാൻഡ് ബ്രേക്ക് പിടിച്ചേ, വിട്ടേ. കേബിൾ വലിയുന്നോ കാര്യങ്ങളോ ഒന്നും ഇതിൽ കാണിക്കുന്നില്ല. ഒന്നുകൂടെ ഹാൻഡ് ബ്രേക്ക് പിടിച്ചേ, വിട്ടേ. ഇതിൽ വലിയുന്ന ഫീല് പോലും കേബിളിന് ഇല്ല. അപ്പോൾ മീൻസ് ഇത് വലിഞ്ഞാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്കിത് ബാക്കിലോട്ട് ഒരു ശകലം ഒന്ന് മൂവ് ചെയ്യാം. അപ്പോൾ ഞാനൊരു ശകലം ബാക്കിലോട്ട് മൂവ് ചെയ്ത് ഞാൻ ബ്രേക്ക് പിടിച്ചേ. ഇപ്പോൾ വന്നിട്ടുണ്ട്, വിട്ടേ. വിടുമ്പോൾ നമ്മളിങ്ങോട്ട് ഞെക്കുമ്പോൾ തിരിച്ചു പോകുന്നുണ്ട്. ഒന്ന് പിടിച്ചേ, വന്നിട്ടുണ്ട്, വിട്ടേ. മീൻസ് ഈ ലിവർ റിട്ടേൺ പോകുന്നില്ല. ഇപ്പോൾ വിട്ടിട്ട് റിട്ടേൺ പോകുന്നില്ല. ഒന്നുകൂടെ വലിച്ചേ, വിട്ടേ. വിടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് റിട്ടേൺ പോകേണ്ടതാണ്, റിട്ടേൺ പോകുന്നില്ല. ഇപ്പോൾ നമ്മളിങ്ങനെ വലിച്ചു വെക്കുമ്പോൾ ഇത് റിട്ടേൺ പോകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഒന്നുകിൽ ഈ ഭാഗം ജാമുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ കേബിൾ ജാമുണ്ട്. ഇത് അഴിച്ചു നോക്കിയാൽ മാത്രമേ ഏതാണ് ജാം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ വണ്ടിയുടെ ലെഫ്റ്റ് സൈഡ് ഒന്ന് പോയി നോക്കാം. വണ്ടിയുടെ ലെഫ്റ്റ് സൈഡിൽ വന്നിട്ടുണ്ട്. ഇതിനും പ്രത്യേകിച്ച് ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. വീൽ സിലിണ്ടർ കണ്ടിട്ട് പുതിയ വീൽ സിലിണ്ടർ തന്നെയാണ്. ഈ ഭാഗത്ത് വേറെ ലീക്കോ കാര്യങ്ങളൊന്നും നിലവിൽ കാണിക്കുന്നില്ല. വീൽ സിലിണ്ടർ മാറിയിട്ടുള്ളതെന്ന് പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്. പക്ഷേ പൊടി അഴുക്കും കാര്യങ്ങളും ഇതിനകത്ത് നോക്കിയാൽ അതേപോലെ തന്നെ പൊടി അഴുക്കും കറക്റ്റായിട്ട് തന്നെ ഇതിനകത്ത് നല്ല രീതിയിലുള്ള പൊടി അഴുക്കും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇനി ഹാൻഡ് ബ്രേക്ക് പിടിച്ചിട്ട് ഈ സൈഡ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഒന്ന് ഹാൻഡ് ബ്രേക്ക് പിടിച്ചേ, വിട്ടേ. ഇതേപോലെ റിട്ടേൺ പോകേണ്ടതാണ് റൈറ്റ് സൈഡും, പക്ഷേ ആ സൈഡിൽ റിട്ടേൺ പോകുന്നില്ല. ഒന്നുകൂടെ വലിച്ചേ, വിട്ടേ. ഒന്നുകൂടെ വലിച്ചേ, വിട്ടേ. ഇത് കറക്റ്റായിട്ട് തന്നെ റിട്ടേൺ പോകുന്നുണ്ട്. എന്നാലും നമുക്ക് ഇതിൻ്റെ പൊടിയും കാര്യങ്ങളെല്ലാം അഴിച്ച് ക്ലീൻ ചെയ്യണം. ഈ ഭാഗത്തെ അഴുക്കും കാര്യങ്ങളെല്ലാം എടുത്ത് കളയേണ്ടതായിട്ടുണ്ട്. കാരണം ഈ ഭാഗത്തൊക്കെ നല്ല രീതിയിലുള്ള അഴുക്കും കാര്യങ്ങളും. അപ്പോൾ നമുക്ക് അതിൻ്റെ റൈറ്റ് സൈഡിലെ ജാം എന്തുകൊണ്ടാണ് വന്നേക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ലൈനറാണ് അഴിച്ചെടുക്കുന്നത്. ലൈനർ അഴിച്ചെടുക്കാനായിട്ട് ഇതിൻ്റെ കണക്ഷൻ വിടിയിക്കുക. ഇത് ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് തിരിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം ഈ ലിവർ വിടിയിക്കുക. അതേപോലെ തന്നെ ഈ ഭാഗവും പ്രസ് ചെയ്യുക, തിരിക്കുക. തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് എടുക്കാനായിട്ട് സാധിക്കും. അത് കഴിഞ്ഞിട്ട് ലൈനർ ഊരിയെടുക്കാനായിട്ട്, ലൈനർ ഊരിയെടുക്കുമ്പോൾ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, മുകളിലെ സ്പ്രിങ് താഴെ സ്പ്രിങ് കറക്റ്റായിട്ട് നോക്കുക. താഴത്തെ സ്പ്രിങ് വരുമ്പോൾ ഒരേ വെട്ടിലുള്ള സ്പ്രിങ് ആയിരിക്കും. മീൻസ് ഇവിടുത്തെ ലെങ്ത് സെയിം ആയിരിക്കും. ഇവിടെ വരുമ്പോൾ ഇതിൻ്റെ അഡ്ജസ്റ്റർ സൈഡിൽ ചെറുതായിരിക്കും, ഈ ഭാഗത്ത് വലുതായിരിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്രിങ് മാറ്റി ഇടരുത്. അതിപ്പോൾ ഇത് വിടിയിച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ സ്പ്രിങ് വിടിയിച്ചെടുക്കുക. അതിനുശേഷം ഇതിനെ ബാക്കിലോട്ട് വലിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഇത് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ബാക്കിലോട്ട് വലിച്ചിട്ട് ഈ സ്പ്രിങ് വിടിയിച്ചിട്ടുണ്ട്. സ്പ്രിങ്ങിൻ്റെ ഭാഗത്തൊക്കെ നല്ല തുരുമ്പ് കാണാനായിട്ട് സാധിക്കും. ഈ ഭാഗത്തൊക്കെ നല്ല തുരുമ്പുണ്ട്. അതുപോലെ തന്നെ ഇത് പിടിക്കാനായിട്ട് ജസ്റ്റ് ഞാനൊന്ന് പുള്ളി ചെയ്തിട്ട് ഇതിനെയും ഇതേപോലെ വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ സ്പ്രിങ്ങാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഈ സ്പ്രിങ്ങിൻ്റെ വണ്ണം കുറവുള്ള ഭാഗം അഡ്ജസ്റ്റർ സൈഡിൽ ഈ സൈഡിലായിരിക്കണം വരേണ്ടത്. ഇതിനുള്ളിലോട്ട് നോക്കി കഴിഞ്ഞാൽ ഫുള്ള് തുരുമ്പാണ്. അതേപോലെ തന്നെ ഇത് തിരിയുന്നത് പോലുമില്ല. മീൻസ് ഇത് സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. നമുക്ക് ഇതിൻ്റെ കേബിൾ ലൂസ് ചെയ്തെടുക്കാം. ഇപ്പോൾ കേബിൾ ലൂസ് ചെയ്തെടുത്തിട്ടുണ്ട്.
ഈ സ്പ്രിങ് വരുന്നത് ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലായിരിക്കും ഈ സ്പ്രിങ് വരുന്നത്. അപ്പോൾ അത് ഒരു പ്രത്യേകം കാര്യത്തിൽ ഇതിൻ്റെ ലെങ്ത് കൂടുതലുള്ള ഭാഗം ഈ സൈഡിലായിരിക്കണം വരേണ്ടത്, ലെങ്ത് കുറവുള്ള ഭാഗം ഈ ലൈനർ സൈഡിലായിരിക്കും വരുന്നത്. കാരണം അത് കൂടുതൽ ഇട്ടേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് പോയി തട്ടാതിരിക്കാനാണ് അങ്ങനെ ലെങ്ത് കുറവുള്ള ഭാഗം ഇപ്പുറത്ത് ഇട്ടേക്കുന്നത്. ഇതിന് ചെറിയൊരു സ്റ്റക്കുണ്ട്, പക്ഷേ എന്നാലും ഇത് റിട്ടേൺ പോകേണ്ടതാണ്. അപ്പോൾ നമുക്കിനി ഹാൻഡ് ബ്രേക്ക് ഒന്ന് വലിച്ചു നോക്കാം. ഹാൻഡ് ബ്രേക്ക് ഒന്ന് വലിച്ച് വിട്ട്, ഹാൻഡ് ബ്രേക്കിൻ്റെ കേബിളാണ് ഇതിൽ സ്റ്റക്ക് വന്നേക്കുന്നത്. വിട്ട് വലിച്ചേക്കുമല്ലേ, വലിച്ചേ വിട്ട്. നമ്മളിത് വലിക്കുമ്പോൾ ചെറുതായിട്ട് വരുന്നു, വലിച്ചേ വിട്ട്. വിടുമ്പോൾ ഓട്ടോമാറ്റിക് പോകുന്നില്ല, നമ്മൾ പ്ലെയർ കൊണ്ട് വലിച്ചാൽ മാത്രമേ ഇത് വരുന്നുള്ളൂ. ഒന്നുകൂടെ വലിച്ചേ വിട്ട്. ഇത് ഓട്ടോമാറ്റിക് റിട്ടേൺ ഇങ്ങോട്ട് വരേണ്ടതാണ്. നമ്മൾ വലിക്കുമ്പോൾ റിട്ടേൺ വരുന്നത് മീൻസ് ഇതിൻ്റെ കേബിളാണ് നമുക്ക് മാറേണ്ടത്. നമ്മളിപ്പോൾ ഇതിൻ്റെ പഴയ ഹാൻഡ് ബ്രേക്ക് കേബിൾ അഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഹാൻഡ് ബ്രേക്ക് കേബിൾ സ്റ്റക്കായത് ഈ ഹാൻഡ് ബ്രേക്ക് കേബിൾ, അതായത് റൈറ്റ് സൈഡിലെ ഹാൻഡ് ബ്രേക്ക് കേബിളാണ് ഇതിൻ്റെ സ്റ്റക്കായത്. അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുന്നത് പോലും ഇല്ല. അതായത് ഈ സൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ അനങ്ങുന്നത് പോലും ഇല്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലെ ഹാൻഡ് ബ്രേക്ക് ആണ്. ഇത് നമ്മൾ നോക്കുമ്പോൾ ഫ്രീ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ്മെൻ്റ് ആണ്. പക്ഷേ രണ്ട് സൈഡും സെറ്റായിട്ടാണ് വരുന്നത്. രണ്ട് സൈഡും നമുക്ക് മാറുന്നതായിട്ടുണ്ട്. നമ്മളിപ്പോൾ ഓൾറെഡി ഇതാണ് ഇതിൻ്റെ റൈറ്റ് സൈഡ് സ്റ്റക്കായിട്ട് നിൽക്കുന്നത്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അനക്കം പോലും ഇല്ല. പക്ഷേ ഇത് നോക്കുമ്പോൾ ഇത് നല്ല ഫ്രീ ആണ്, പക്ഷേ ഇത് അനങ്ങുന്നില്ല. ഈ സൈഡ് സ്റ്റക്കായിട്ടാണ് നമുക്ക് ബ്രേക്ക് ജാമായിട്ട് നിൽക്കാനുള്ള ഒരു കാരണമായിട്ട് വന്നേക്കുന്നത്. അതുപോലെ തന്നെ ഈ ലൈനറും കാര്യങ്ങളൊക്കെ നമ്മൾ ഫുള്ള് ഫ്രീ ആക്കി ഇട്ടിട്ടുണ്ട്, ഹാൻഡ് ബ്രേക്കിൻ്റെ ഭാഗങ്ങൾ. അതുപോലെ തന്നെ ഇതിൻ്റെ ബ്രേക്കിൻ്റെ അഡ്ജസ്റ്റർ നമ്മളിപ്പോൾ ഫ്രീ ആക്കി ഇട്ടിട്ടുണ്ട്. നേരത്തെ നമ്മൾ നോക്കുമ്പോൾ ഇത് അനങ്ങുന്നത് പോലും ഇല്ലായിരുന്നു. ഇപ്പോൾ നമ്മളത് ഗ്രീസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഫുള്ളായിട്ട് സ്റ്റക്കും കാര്യങ്ങളൊക്കെ മാറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഓൾറെഡി ഇപ്പോൾ പുതിയ ഹാൻഡ് ബ്രേക്ക് കയറ്റിയിട്ടിട്ടുണ്ട്. ഇപ്പോൾ നോക്കിയാൽ ഇത് ഫ്രീ ആയിരിക്കും. അതിൻ്റെ കണക്ഷനും കാര്യങ്ങളും എല്ലാം കൊടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ലൈനറാണ് സെറ്റ് ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ ഫുള്ള് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ കണ്ടാണ് പൊടിയഴുക്കുമൊക്കെ കയറിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ലൈനർ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഹാൻഡ് ബ്രേക്ക് സൈഡ് നമുക്ക് കയറ്റിയിടാം. അതിന് വേണ്ടിയിട്ട് ഈ സ്പ്രിങ് നമ്മളിപ്പോൾ ഫുള്ള് ഇങ്ങോട്ട് വലിച്ചിട്ട് ഇതിനുള്ളിലായിട്ട് കറക്റ്റായിട്ട് കയറ്റിയിടുക, സ്പ്രിങ് വീടിയിക്കുക. അപ്പോൾ ഈ ഒരു പോർഷനിൽ വന്ന് നിൽക്കും. ഇനിയും ബാക്കിയുള്ള സ്പ്രിങ്ങും കണക്ഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാം. നമുക്ക് ഈ അഡ്ജസ്റ്റർ സൈഡാണ് ഈ ഭാഗത്തായിട്ട് ഇങ്ങനെ വരുന്നത്. അപ്പോൾ അത് കൊടുക്കാനായിട്ട് ഈ ചെറിയ സ്പ്രിങ് വരുന്നത് ഈ ഭാഗത്തായിരിക്കും. ഈ സ്പ്രിങ്ങിന് ഒരു നീളക്കുറവ് വരുന്നുണ്ട്. നീളക്കുറവ് ഭാഗം ലൈനറിൻ്റെ ഭാഗത്തായിരിക്കും കയറി വീഴുന്നത്. ലൈനറിൻ്റെ താഴത്തെ ഹോളിലായിരിക്കും അത് വരുന്നത്. അതിനുശേഷം നമ്മൾ ഈ ഹോളിൽ കറക്റ്റ് ഇത് കയറ്റിയിടുക. കയറ്റിയിടുന്നതിന് ശേഷം ഇതിലോട്ട് വലിച്ച് ആ ഒരു കറക്റ്റ് പൊസിഷനിലോട്ട് കൊണ്ട് വെക്കുക. ഇങ്ങനെയാണ് ഇതിൻ്റെ ഹാൻഡ് ബ്രേക്കിൻ്റെ ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത്. ഇത് വരുമ്പോൾ ഈ ലിവർ വലിഞ്ഞിട്ടാണ് ഹാൻഡ് ബ്രേക്ക് അപ്ലൈ ആവുന്നത്. ഇനി നമുക്ക് ഇടേണ്ടത് ഈ ഒരു സ്പ്രിങ്ങിൻ്റെ ഭാഗമാണ് ഇടേണ്ടത്. അപ്പോൾ ഈ സ്പ്രിങ് നമ്മൾ നേരത്തെ പറഞ്ഞാണ് ഈ സെയിം വണ്ണമുള്ളത് താഴെയായിരിക്കും വരുന്നത്. അതുപോലെ തന്നെ ഇത് വരുന്നത് ചെറിയ ചുറ്റ് അഡ്ജസ്റ്റിൻ്റെ ഭാഗത്ത്, വലിയ ചുറ്റ് വരുമ്പോൾ ഇതിൻ്റെ നേരെ ഹാൻഡ് ബ്രേക്കിൻ്റെ സൈഡിലായിരിക്കും വരുന്നത്. ഇതിൻ്റെ അഡ്ജസ്റ്റ് വരുന്നത് ഇവിടെയാണ്. അപ്പോൾ ചെറിയ ഭാഗം വരുന്നത് ഈ സൈഡിലായിരിക്കും വരുന്നത്. നമ്മളിപ്പോൾ സ്പ്രിങ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ ചുറ്റ് വരുന്നത് അതിൻ്റെ അഡ്ജസ്റ്റർ സൈഡായിരിക്കും വരുന്നത്, ഓട്ടോമാറ്റിക് അഡ്ജസ്റ്റർ സൈഡായിരിക്കും വരുന്നത്. നമ്മളിപ്പോൾ വലിയ ഭാഗം ഇവിടെ കയറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ലൈനറിൻ്റെ ഈ സ്പ്രിങ് കയറ്റിയിടാം. അതിന് വേണ്ടിയിട്ട് ഇതിൽ കറക്റ്റ് ഹുക്ക് ചെയ്ത് വെക്കുക. നമ്മളിപ്പോൾ കറക്റ്റ് ഹുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഹുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കറക്റ്റായിട്ട് ഈ സ്പ്രിങ്ങിനെ ബാക്കിലോട്ട് തള്ളിയതിന് ശേഷം ഈ ഒരു വെട്ടിൽ ഈ ഒരു അഡ്ജസ്റ്റ് കറക്റ്റായിട്ട് കയറ്റിയിടുക. അപ്പോൾ ആ കറക്റ്റ് വെട്ടിൽ വീണിട്ടുണ്ട്. ഈ സ്പ്രിങ് നമുക്ക് ലാസ്റ്റ് വലിച്ചിടാം. അതിനുശേഷം ഈ സ്പ്രിങ് ഇടുക. ഇനി നമുക്ക് ഈ ലൈനറിൽ കയറ്റിയിടാം. വീൽ സിലിണ്ടറിൽ കയറ്റിയിടാം. വീൽ സിലിണ്ടർ അതിന് ചെറുതായിട്ട് തള്ളി വെച്ചതിന് ശേഷം ഈ വീൽ സിലിണ്ടർ വെട്ട് കറക്റ്റായിട്ട് നോക്കുക. ഈ വെട്ടിൽ കറക്റ്റ് ഈ വീൽ സിലിണ്ടറിൻ്റെ വെട്ടിൽ ലൈനർ കറക്റ്റായിട്ട് കയറി വീഴണം. അതിനുശേഷം നമുക്ക് ഈ ഒരു സ്പ്രിങ് ഇവിടെ കറക്റ്റായിട്ട് കയറ്റിയിടാം. അതിനുശേഷം ഈ ലോക്ക് നമുക്ക് കയറ്റിയിടാം. നമ്മളിപ്പോൾ ഇതിൻ്റെ പിന്ന് കയറ്റിയിട്ടിട്ടുണ്ട്. അതിനുശേഷം സ്പ്രിങ് കയറ്റിയിടുക. അതിനുശേഷം ഇതിൻ്റെ ലോക്ക് കയറ്റിയിടുക.
ഫ്ലെയർ കൊണ്ട് ജസ്റ്റ് ആ ഹോൾ കറക്റ്റ് സെൻറ്റർ ചെയ്ത് വെച്ചതിന് ശേഷം തിരിച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഈ വെട്ടിൽ കയറി വീഴുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിനുശേഷം ഈ ലൈനർ ഈ വെട്ടിൽ കയറ്റിയിടുക. ഇതേപോലെ തന്നെ ഈ സൈഡും കയറ്റിയിടുക. നമ്മളിപ്പോൾ കയറ്റിയിട്ടിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ ലോക്ക് കൊടുക്കാം. ഇപ്പോൾ സ്പ്രിങ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ലോക്കും സെറ്റ് ചെയ്യാം. അപ്പോൾ കറക്റ്റ് ഓപ്പോസിറ്റ് സൈഡിൽ തന്നെ ഇതിൻ്റെ ലോക്ക് വന്ന് കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ സ്പ്രിങ് എല്ലാം കറക്റ്റാണ് കയറി കിടക്കുന്നത് നോക്കി. ഇനി നമുക്ക് ഈ ഒരു ചെറിയ സ്പ്രിങ്ങാണ് ഇടേണ്ടത്. ഈ ഒരു ചെറിയ സ്പ്രിങ് ഇടാൻ വേണ്ടിയിട്ട് ചെറിയ സ്ക്രൂ ഡ്രൈവർ വെച്ച് അല്ലെങ്കിൽ നോസ് പ്ലെയർ വെച്ച് സിമ്പിളായിട്ട് ഇടാനായിട്ട് സാധിക്കും. അപ്പോൾ കറക്റ്റായിട്ട് വീണിട്ടുണ്ട്. ഈ വെട്ടിൽ കറക്റ്റാണോ വീണ് കിടക്കുന്നത് നോക്കുക. അതുപോലെ തന്നെ ഈ സ്പ്രിങ് കറക്റ്റാണോ നോക്കുക. അതുപോലെ തന്നെ ഈ സ്പ്രിങ് കറക്റ്റാണോ, ഇതും കറക്റ്റാണോ, അതുപോലെ തന്നെ ഇതും കറക്റ്റാണോ, ഇതും കറക്റ്റാണോ നോക്കുക. അപ്പോൾ നമ്മൾ ലൈനർ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഹാൻഡ് ബ്രേക്കും ചെയ്തിട്ടുണ്ട്. ഇനി ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ട് ഇതിൻ്റെ ഫംഗ്ഷൻ എങ്ങനെയാണ്, സ്റ്റക്ക് ഉണ്ടോ, കാര്യങ്ങളുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ട് ഒന്ന് വിട്ട് നോക്കാം. ഹാൻഡ് ബ്രേക്ക് ഒന്ന് വലിച്ചേ, വിട്ടേ, ഒന്ന് വലിച്ചേ, വിട്ടേ, ഫുള്ള് വലിച്ചേ, വിട്ടേ, ഒന്നുകൂടെ ഫുള്ള് വലിച്ചേ, വിട്ടേ, ഒന്നുകൂടെ വലിച്ചേ, വിട്ടേ. ഇപ്പോൾ സ്റ്റക്കായിട്ടിരുന്ന സൈഡാണ്, അതായത് വണ്ടിയുടെ റൈറ്റ് സൈഡാണ് സ്റ്റക്കായിട്ടിരുന്നത്. ഇപ്പോൾ ഹാൻഡ് ബ്രേക്കിൻ്റെ ആ കേബിൾ വർക്കാവും നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്ക് ആ ലെഫ്റ്റ് സൈഡിൻ്റെ അവസ്ഥയൊന്ന് നോക്കാം. നമ്മൾ ലെഫ്റ്റ് സൈഡിൻ്റെ ഭാഗത്ത് വന്നിട്ടുണ്ട്. ഒന്ന് വലിച്ചേ, വിട്ടേ, വലിച്ചേ, വിട്ടേ, വലിച്ചേ, വിട്ടേ. ഓക്കെ, ഇപ്പോൾ ലെഫ്റ്റ് സൈഡ് നേരത്തെ ജാമോ കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ രണ്ട് കേബിളും സെറ്റായിട്ടാണ് വരുന്നത്. രണ്ട് ഹാൻഡ് ബ്രേക്ക് കേബിൾ നമ്മൾ മാറ്റിയിട്ടുണ്ട്. നമ്മൾ ലൈനർ സെറ്റ് ചെയ്യുന്ന സമയത്ത് സ്പ്രിങ്ങിൻ്റെ പോർഷൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ചെറിയ സ്പ്രിങ് വരുന്നത് ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് സൈഡിലായിരിക്കും വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ സിലിണ്ടറിൻ്റെ ഭാഗം കറക്റ്റാണോ കയറി കിടക്കുന്നതെന്ന് നോക്കുക. അതുപോലെ തന്നെ ഈ സ്പ്രിങ്ങിൻ്റെ കറക്റ്റാണോ നോക്കുക. അതുപോലെ തന്നെ ഇവിടെ വീതി കൂടിയ ഭാഗം ഈ സൈഡിലായിരിക്കും വരുന്നത്, വീതി കുറഞ്ഞ ഭാഗം ലൈനറിൻ്റെ സൈഡിലായിരിക്കും വരുന്നത്. ലോക്ക് കറക്റ്റാണോ നോക്കുക. അതുപോലെ തന്നെ സ്പ്രിങ്ങിൻ്റെ ബാക്കിയുള്ള പൊസിഷൻ കറക്റ്റാണോ നോക്കുക. ഇപ്പോൾ ഹാൻഡ് ബ്രേക്ക് പിടിക്കുമ്പോൾ ഇത് പക്കയായിട്ട് വർക്കാവും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ ഡ്രമ്മാണ് സെറ്റ് ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ ഡ്രം ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇച്ചിരി ഫ്രീയിലാണ്, കാരണം നമ്മൾ അഡ്ജസ്റ്റർ സ്റ്റക്ക് ഉണ്ടായിരുന്നത് നമ്മൾ അഴിച്ച് ചെയ്തതാണ്. അപ്പോൾ ഇനി ഇത് കുറച്ച് നമുക്ക് ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഇത് മുകളിലോട്ട് തള്ളിക്കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഒത്തിരി ഫ്രീ ആണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ അഡ്ജസ്റ്റ് ചെയ്യണം. നമ്മൾ ഒത്തിരി ഫ്രീയിലാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രേക്ക് പെഡൽ താഴെ ആയിരിക്കും നിൽക്കുന്നത്. അതായത് നമ്മൾ ബ്രേക്ക് ചവിട്ടുമ്പോൾ പെഡൽ മുകളിൽ നിന്ന് നല്ല നേരെ താഴോട്ട് പോയിട്ട് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നതായിട്ട് ഫീൽ നമുക്ക് കിട്ടും. അതായത് പെഡൽ കുറവായിരിക്കും ബ്രേക്കിന് വരുന്നത്, അഡ്ജസ്റ്റ്മെൻറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ. ഇപ്പോഴും ഫ്രീ ആണ്. ഒരു കുറച്ചുകൂടെ നമുക്ക് ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഫ്രീ ആണ്. ആ ലൈനർ ഒരയുന്ന നമുക്ക് സൗണ്ടും കേൾക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ഫ്രീ നമ്മൾ ലൈനറിന് ഇട്ടാൽ മതി. ഒത്തിരി ജാമാക്കി ഇടരുത്, ഒത്തിരി ഫ്രീ ആക്കിയും ഇടരുത്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഊരിയെടുക്കാനും സാധിക്കും. അതേപോലെ തന്നെ ആ ഒരു ലൈനറിൻ്റെ ആ ഒരു ഒരയുന്ന ഒരു സൗണ്ട് നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. ഈ ഒരു ഫ്രീ എപ്പോഴും വേണം. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള നട്ടും കാര്യങ്ങളും വാഷർ നട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഫുൾ ടൈറ്റ് ചെയ്യാം. അപ്പോൾ മാരുതി സുസുക്കി ആൾട്ടോ ആണ് വണ്ടി. അപ്പോൾ ഇതിൻ്റെ കസ്റ്റമർ കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീല് ജാമായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. സാധാരണ ഗതിയിൽ നമ്മൾ ലോങ് പാർക്ക് ചെയ്യുന്ന അവസരത്തിൽ ലൈനർ കയറി സ്റ്റക്കായിട്ട് നിൽക്കും. ഇത് ലൈനർ കയറി സ്റ്റക്കായതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹാൻഡ് ബ്രേക്ക് കേബിൾ സ്റ്റക്കായിട്ട് പോയതാണ്. ഇത് ഫുള്ളായിട്ട് സ്റ്റക്കായിട്ട് ഇരിക്കും. അതേസമയം ലെഫ്റ്റ് സൈഡിൽ നല്ല ഫ്രീ ആണ്, പക്ഷേ റൈറ്റ് സൈഡിൽ ഫുള്ളായിട്ട് സ്റ്റക്കായിട്ട് ഈ ഫുള്ള് ജാമായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ജാമായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നമുക്ക്
വീൽ ഊരിയിട്ട് ഡ്രമ്മിൽ ചുറ്റിക്കൊണ്ട് ജസ്റ്റ് തട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആക്കി എടുക്കാനായിട്ട് സാധിക്കും. എന്നിട്ട് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് നമുക്ക് എന്താണ് കംപ്ലൈൻറ്റ് എന്ന് വെച്ചാൽ സാധാരണ കേസിൽ വീൽ സിലിണ്ടർ സ്റ്റക്കായിട്ടിരിക്കുന്ന അവസ്ഥ വരും. അതുപോലെ തന്നെ ഹാൻഡ് ബ്രേക്കിൻ്റെ ആ ലിവർ നമ്മൾ കണ്ടത് സ്റ്റക്കാവും. ഇതിനെ സംബന്ധിച്ചോളം ഇതിൻ്റെ ഹാൻഡ് ബ്രേക്ക് കേബിളായിരുന്നു സ്റ്റക്കായിട്ട് നിന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ലൈനർ സെറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ കംപ്ലൈൻറ്റിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയുടെ മനസ്സിലാക്കിയത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.